MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസ് ആണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ സീറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സൂരജ്, തട്ടിപ്പ് എങ്ങനെയായിരുന്നു? പ്രതി പിടിയിലായത് എവിടെ വെച്ച്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. സുഹൈൽ, സുവിശേഷ പ്രവർത്തകനായിട്ടുള്ള ഈ ജേക്കബ് തോമസ് ആണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ രക്ഷിതാക്കളെ സമീപിക്കുകയും അവരിൽ നിന്ന് 60 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ തട്ടുകയുമായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് പ്രതി ഈ ഒളിവിൽ പോകുന്നത്. പിന്നീട് പോലീസ് പ്രതിയെ തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ തൃശൂർ പോലീസിന് ലഭിച്ച വെസ്റ്റ് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൃശൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്കമാലി, കൊരട്ടി, തൃശൂർ വെസ്റ്റ്, പന്തളം, അടൂർ എന്നീ സ്റ്റേഷനുകളിൽ കേസുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ നാഗ്പൂരിലും കേസുണ്ട്. ഇന്ത്യയിൽ ബീഹാർ, ഹരിയാന, തമിഴ്നാട് തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഈ കുടുംബമായി താമസിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതി തട്ടിപ്പ് നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പലരോടും ഈ പണം വാങ്ങിയിരുന്നത്. അങ്ങനെ ഇവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. പക്ഷെ ജോലി ലഭിക്കാതായതോടുകൂടിയാണ് ഈ പരാതികൾ വരുന്നത് പോലീസില്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു കോടികളുടെ തട്ടിപ്പ്.